രാഹുൽ ഈശ്വറിന് ജാമ്യം പുറത്തിറങ്ങുന്നത് 16 ദിവസത്തിനു ശേഷം. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ഒടുവിൽ ജാമ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ പെൺകുട്ടിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ 16 ദിവസത്തിനു ശേഷമാണ് പുറത്തിറങ്ങുന്നത്. ഉപാധികളോടെയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റ് കേസുകളിൽ അകപ്പെടാൻ പാടില്ല തുടങ്ങിയവയാണ് കോടതി മുന്നോട്ട് വച്ച ഉപാധികൾ. 16 ദിവസമായി റിമാൻഡിലാണെന്നും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുമുള്ള വാദമാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം. ഇത്രയും ദിവസത്തിനു ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വാദത്തിന് ശേഷം ഉത്തരവിനായി മാറ്റുകയായിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഡിസംബർ 11-നാണ് രാഹുൽ ഈശ്വറിനെ വീണ്ടും റിമാൻഡ് ചെയ്തത്. നേരത്തെ 2 തവണ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ഇന്ന് വീണ്ടും ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വറിനെ ഫോർട്ട് ആശുപത്രിയിലും ഓർത്തോ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലും കൊണ്ടുവന്നിരുന്നു. കോടതി നിലപാടിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നായിരുന്നു അന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. ഇക്കഴിഞ്ഞ നവംബർ 30-ന് വൈകിട്ടാണ് അതിജീവിതയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. രാഹുലിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിരുന്നു. മൊബൈലിലെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിന് പുറമെ രഞ്ജിത പുളിക്കൽ, അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സന്ദീപ് വാര്യർ എന്നിവരെയും പോലീസ് പ്രതി ചേർത്തിരുന്നു.